ഇന്ന് ഞാൻ ഇവിടെയുള്ള കുറച്ച് കോഴീനും മീനൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പേരെ കൊടുക്കാനൊക്കെ ഉണ്ട്. ഇവരിപ്പോൾ വിരിഞ്ഞിട്ട് 2-3 ദിവസമേ പ്രായമായിട്ടുള്ളൂ. നാടൻ കോഴി കുഞ്ഞുങ്ങളാണ്. ഇതിൽ നെക്കെണ്ണക്കും കുറുങ്കാലിയൊക്കെ ഉണ്ട്. പിന്നെയുള്ളത് നമ്മുടെ നീല ഗൗരാമികളാണ്. മുമ്പ് ഇവിടെ വൈറ്റും ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുള്ള് നീലം മാത്രമേ ഉള്ളൂ. ഇവരിപ്പോൾ മുട്ടയൊക്കെ ഇട്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല. 1-2 സ്ഥലങ്ങളിലായിട്ട് ഇവർ മുട്ടയിട്ട് കുറേ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. ഇവർ വലുതായി വരാനായിട്ട് ഇത്തിരി സമയമൊക്കെ എടുക്കും. ഇപ്പം നല്ലപോലെ ഫ്രീ സിമ്മൊക്കെ ആയിട്ടുണ്ട്. പിന്നുള്ളത് ഈ കുറച്ച് ഗപ്പികളാണ് കേട്ടോ. ഇവർ ആ സോള ടാങ്കിൽ കൊണ്ടുവന്നിട്ടാണ് കൂത്താടി വരാണ്ടിരിക്കാനായിട്ട് 10 കൊണ്ടുവന്നിട്ടതാ. ഇപ്പോൾ പെറ്റുപെരുകി കുറേ കുഞ്ഞുങ്ങളായി. ആ സോള ടാങ്കാണെങ്കിൽ ഓട്ടയാവും ചെയ്തു. അപ്പോൾ അവരെ നമ്മളെ പിടിച്ചിട്ട് വേറെ ഒരു പുതിയ ടാങ്കിലേക്ക് മാറ്റി. പിന്നെയുള്ളത് സ്പോട്ടഡ് കാറ്റ് ഫിഷാണ്. ഇതിനെ 2 ഇഞ്ച് സൈസ് ഉള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 ഇഞ്ച് സൈസായി. ഇതിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് 150 രൂപയായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇവരിവിടെ അടവച്ച് വിരിയിച്ചതാണ്. 8-10 കുഞ്ഞുങ്ങളുണ്ട്. ഇവർ 2.5 മാസം പ്രായമായിട്ടുണ്ട്. ഒരെണ്ണത്തിന് 170 രൂപയായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ള കോഴികൾ എന്ന് പറഞ്ഞാൽ 3.5 മാസമായ കോഴി കുഞ്ഞുങ്ങളാണ്. ഇവരും ഇവിടെ അടവച്ച് വിരിയിച്ചതാണ്. ഏകദേശം ഒരു 15 കുഞ്ഞുങ്ങളോളം ഇവരുണ്ട്. ഇവരെ കൊടുക്കുന്നത് ഒരെണ്ണത്തിന് 230 രൂപയായിട്ടാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് തരാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് 4 മാസമായ കോഴി കുഞ്ഞുങ്ങളാണ്. അത് ഒരെണ്ണത്തിന് 280 രൂപയാണ്. അത് ഏകദേശം ഒരു 14 കുഞ്ഞുങ്ങളോളം ഉണ്ട്. അപ്പോൾ ഇവരെ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ.